അതായത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും വളരെ ഉത്സാഹം നൽകുന്ന ഒരു നല്ല ദിവസമാണ് ഇന്ന്. ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ, എഡ്യൂക്കേഷണൽ, സോഷ്യോ എഡ്യൂക്കേഷൻ, ചാരിറ്റി, ഇത് രണ്ടിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സ്ഥാപനമുണ്ടാക്കണം എന്നാണ് താല്പര്യം. അതുകൊണ്ട് ഞാൻ അവസാനം ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു അഭ്യാസമാണത്. ഒരു മനുഷ്യൻ്റെ ബ്രെയിനിന് എത്ര കപ്പാസിറ്റി ഉണ്ടെന്ന് ഇന്ന് വരെയും ആരും തിട്ടപ്പെടുത്തിയിട്ടില്ല. അൺലിമിറ്റഡ് കപ്പാസിറ്റിയാണ്. കമ്പ്യൂട്ടറിന് എന്ത് കപ്പാസിറ്റി ഉണ്ട്? അപ്പോൾ കമ്പ്യൂട്ടറിനെ നിർമ്മിച്ച മനുഷ്യന് എന്തുമാത്രം കപ്പാസിറ്റി ഉണ്ടാവണം? വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം ഒന്ന് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, രണ്ട് എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ അത് പ്രാഥമിക കാര്യം സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്. ദ പേഴ്സണാലിറ്റി വിതിൻ ദ ചൈൽഡ് ഷുഡ് ബി ഫുള്ളി ഡെവലപ്ഡ് in combination with the purpose of God. ദൈവത്തിൻ്റെ ഉദ്ദേശവുമായിട്ട് ഒന്നിച്ചു ചേർന്ന് ആ കുഞ്ഞിൻ്റെ ഹൃദയത്തെ ഡെവലപ്പ് ചെയ്ത് അവൻ്റെ വിദ്യാഭ്യാസം വളർച്ചയിലേക്ക് എത്തിക്കണം. അതില്ലാത്ത വിദ്യാഭ്യാസം അർത്ഥശൂന്യമായ വിദ്യാഭ്യാസമാണ്. ഇന്ന് ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരെ നമ്മൾ കാണുന്നുണ്ടല്ലോ, മീഡിയയിലൊക്കെ കേൾക്കുന്നില്ലേ? MBBS പഠിച്ചവൻ എന്ത് സംഭവിച്ചു? പിന്നെ എന്താ അസ്ട്രൽ പ്രൊജക്ഷൻ പഠിച്ചവന് എന്തൊക്കെ സംഭവിച്ചു? സോ എന്താണ് അടിസ്ഥാനമായിട്ട് വേണ്ടത്? ചാരിറ്റി. നമ്മുടേത് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. കവിവാക്യത്തിൽ പറഞ്ഞാൽ സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി തേടുന്നു. ലോകം സ്നേഹത്തിൽ നിന്നാണ് ഉദിക്കുന്നത്, ഉയരുന്നത്. ആ സ്നേഹമില്ലെങ്കിൽ പിന്നെ ലോകം തരികിട, തകർന്നു. ഇന്ന് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്നേഹമില്ല. അടുത്തു നിൽപ്പോരനുജന നോക്കാൻ അക്ഷികളില്ലാത്തോൻ, അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. നമ്മുടെ അടുത്ത് നിൽക്കുന്ന സഹോദരനെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ, അവനെ സഹോദരനായിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, അദൃശ്യനായ ദൈവത്തെ നിങ്ങളെ തേടി എവിടെ പോയിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ഈ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതോടൊപ്പം സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് കൂടെ ഉണ്ടാകണം. കുട്ടിയുടെ ഹൃദയത്തിനകത്തൊരു ദൈവസ്നേഹം ഉണ്ടാകണം, സ്നേഹം ഉണ്ടാകണം. ഇൻസ്റ്റിൽ ദ ലവ്. റസ്കിൻ ബാണ്ടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ ഇൻസ്റ്റിൽഡ് ലവ് ഇൻ ടു ദ ഹാർട്ട്സ് ഓഫ് ദ സ്റ്റുഡൻസ്. അത് ഇൻസ്റ്റിൽ ചെയ്യാൻ നമ്മുടെ വിദ്യാഭ്യാസ നേതാക്കൾ പലരും മറന്നു പോകുന്നു. അവർ സൗകര്യപൂർവ്വം മറക്കുന്നു. കുട്ടികൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാനാണ് പഠിപ്പിക്കുന്നത്. ക്യാമ്പസ് രാഷ്ട്രീയം എത്ര പേരെ കൊല്ലുന്നു. പ്രിയമുള്ളവരെ, മാതാപിതാക്കളോട് വിശേഷിച്ച് കുട്ടികൾക്കിപ്പം മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയമുള്ളവരായിട്ട് വളർത്തണം. പോലീസ് ഇല്ലെങ്കിൽ കള്ളൻ അങ്ങ് വിലസി നടക്കും. ദൈവമില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമായി, പിന്നെ ഒന്നുമില്ലല്ലോ, ഒന്നും പേടിക്കണ്ടല്ലോ. There is a central virtue, that's God. അത് കുട്ടികൾ മനസ്സിലാക്കുവാനും ആ വെർച്യു അവരിൽ ഉണ്ടാകുവാനും മാതാപിതാക്കൾ ശ്രമിക്കണം. ഇവിടെ കുട്ടികൾ അധ്യാപകരുടെ അടുക്കൽ വരുന്നത് അല്പസമയത്തേക്ക് മാത്രമാണ്. ബാക്കി സമയം മുഴുവനും നിങ്ങളുടെ അടുത്താണ്. വീട്ടിൽ മാതാപിതാക്കൾ എങ്ങനെയാണ്, അതുപോലെ കുട്ടികളും പഠിക്കും. അതുകൊണ്ട് കുട്ടികളിൽ ആ സ്നേഹം വാർത്തെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. സഹജീവികളോടുള്ള സ്നേഹമുണ്ടാകട്ടെ, സഹകരണമുണ്ടാകട്ടെ. സാർ നേരത്തെ പറഞ്ഞു, ഇവിടെ അടുത്ത് നിൽക്കുന്നവന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവനെ സഹായിപ്പാനുള്ള ഒരു മനസ്സെനിക്കില്ലെങ്കിൽ ഞാൻ എങ്ങനെയുള്ളവനാണ്? അത് കുട്ടികളിൽ കൊണ്ടാകണം. കുട്ടികളിൽ പഠനത്തിൽ ഒരു മത്സരം ഉണ്ടാകട്ടെ, അത് പ്രശ്നമല്ല, അത് കാര്യമില്ല.
അത് ആയിക്കോട്ടെ. പക്ഷേ ആ മത്സരം വിദ്വേഷത്തിലേക്കോ വിഷാദത്തിലേക്കോ മാറുവാൻ മാതാപിതാക്കൾ അനുവദിക്കരുത്. കുട്ടികളെ മാതാപിതാക്കൾ അങ്ങോട്ട് അങ്ങ് ഡ്രൈവ് ചെയ്ത് അങ്ങ് അവരെ മുഷിപ്പിക്കരുത്. പഠിപ്പിക്കണം, അവരെ മുഷിപ്പിക്കരുത്. നല്ല കാര്യങ്ങൾ, നല്ല മൂല്യങ്ങൾ അവരെ പഠിപ്പിക്കണം. അത് ഉണ്ടാകണമെങ്കിൽ മാതാപിതാക്കൾ ആദ്യം നല്ല മൂല്യമുള്ളവരായിരിക്കണം. ഇന്ന് നടക്കുന്ന എന്തൊക്കെയാണ്? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ മാതാപിതാക്കളെയാണ് ആദ്യം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നത് നല്ല കാര്യങ്ങൾ. അതുകൊണ്ട് വെർച്യു അല്ലെങ്കിൽ സൽഗുണം, സൽകീർത്തിയായ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ തൽക്കാലം ഇവിടെ നിർത്തട്ടെ. സ്നേഹത്തിൽ അധിഷ്ഠിതമായ, വ്യക്തി വികസനത്തിൽ അധിഷ്ഠിതമായ, വ്യക്തി വികസനം എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, അത് എന്താണ്, ആന്തരികമായ അനുഭൂതിയോടുകൂടെയുള്ള, അല്ലെങ്കിൽ എന്താണ്, മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയും ഒരുമിച്ചുള്ള ഒരു വികസനം. അതുണ്ടായാൽ നമ്മുടെ വിദ്യാഭ്യാസം സഫലമായിത്തീരും. ആ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടി ആ സ്നേഹത്തിൽ, അമ്മിഞ്ഞ കുടിച്ച് വളരുന്ന കുട്ടിക്ക് അമ്മയോട് ആ സ്നേഹം ആ സമയത്തുണ്ട്. പക്ഷേ ആ സ്നേഹം ആ കുട്ടിക്ക് അവസാനത്തോളം നിൽക്കണം. അത് പിന്നീട് കയ്പായി മാറരുത്. അതിന് മാതാപിതാക്കൾക്ക് അതിൽ നല്ലൊരു പങ്കുണ്ട്. അത് നിങ്ങൾ നിർവഹിക്കണം. പരസ്പര സ്നേഹം പഠിപ്പിക്കുവാൻ. എൻ്റെ അയൽക്കാരനോട് ഞാൻ എന്നും വഴക്കും വക്കാണവും നടത്തിയിട്ട് സ്നേഹം എൻ്റെ കുട്ടികൾക്ക് പഠിപ്പിക്കുവാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ദൈവം പഠിപ്പിക്കുന്ന ആ സ്നേഹം, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹം തന്നെ, ആ സ്നേഹം എബവ് ഓൾ പൗലോസ് പറയുന്നു, പ്രാക്ടീസ് ചാരിറ്റി. അത് പഠിപ്പിക്കുവാനും നമുക്ക് കഴിയട്ടെ. നമ്മുടെ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, അവരുടെ വൈകാരികമായ എല്ലാം, വൈകാരികമെന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ളത്, ആ വൈകാരികമായ ഡെവലപ്മെൻറ്റിനും അവരുടെ ബുദ്ധിപരമായ ഡെവലപ്മെൻറ്റിനും സ്വഭാവ രൂപീകരണത്തിനും അധികമായ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയട്ടെ. അത് ഞങ്ങളുടെ സോഫിയ ഇൻ്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ഒരു ലക്ഷ്യമാണ്. നല്ല വ്യക്തികളെ വാർത്തെടുക്കുക, സമൂഹത്തിന് കൊള്ളാവുന്നവരെ വാർത്തെടുക്കുക, നല്ല സ്വഭാവ ഗുണങ്ങളുള്ളവരെ വാർത്തെടുക്കുക. അതുകൊണ്ട് ഒരു വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട്, ഇഫ് വെൽത്ത് ഈസ് ലാസ്റ്റ്, നത്തിങ് ഈസ് ലാസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലാസ്റ്റ്, സംതിങ് ഈസ് ലാസ്റ്റ്. ബട്ട് ഇഫ് ക്യാരക്ടർ ഈസ് ലാസ്റ്റ്, എവറിത്തിങ് ഈസ് ലാസ്റ്റ്. സ്വഭാവഗുണം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെടാതെ അത് വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കളും, എസ്പെഷ്യലി നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ അധ്യാപകർക്ക് അത് തീർച്ചയായിട്ടും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകട്ടെ. നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾ നിങ്ങളെ ഒരിക്കലും മറക്കാതിരിക്കട്ടെ. നിങ്ങളുടെ സ്നേഹവും സൽഗുണവും അവർക്ക് മാതൃകയായിരിക്കട്ടെ. ഈ സ്ഥാപനം അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നാൾതോറും വളർന്നു വരട്ടെ എന്നുള്ള ആശംസകളോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.